വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കോയിൻ പേഴ്സ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പേഴ്സ് ചെയ്യാനായിട്ട് ഒരു യാൺ വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട തിക്നെസ്സിലും എടുക്കുക. പിന്നെ എക്സ്ട്രാ വേണ്ട ഒരു ഐറ്റമാണ് ഇത് കിസ് ക്ലാപ്സ് ഫ്രെയിം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള വെബ്സൈറ്റ്സും ഓപ്ഷൻസും കിട്ടും. പല സൈസിലും പല ഫിനിഷിലും ഈ ഒരു ഫ്രെയിം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വേണം നമുക്കിത് ചെയ്യാനായിട്ട്. പിന്നെ ഒരു യാണും ഹുക്കും മതിയാകും. ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഹാൻഡി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ച് പഫ് സ്റ്റിച്ചാണ്. പഫ് സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ക്ലാസ് മെയിൽ ഐ കാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ക്ലാസ്സിൻ്റെ ലിങ്ക്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ആദ്യം ആ പഫ് സ്റ്റിച്ച് പഠിക്കുക, എന്നിട്ട് ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് 6 പ്ലൈയുടെ മൾട്ടി കളർഡ് യാണും 4mm ഹുക്കാണ് ഇന്നിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മാജിക് റിങ് വർക്ക് ചെയ്യുക. മാജിക് റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അത് കാണുക. അപ്പോൾ ആദ്യം തന്നെ ഒരു മാജിക് റിങ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്കാണ് പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 4 ലൂപ്സിൻ്റെ പഫ് സ്റ്റിച്ചാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. 1 2 3 4. ഇപ്പോൾ നമ്മുടെ ഒരു പഫ് സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 5 എണ്ണം കൂടെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഈ എൻഡ് പിടിച്ച് മാജിക് റിങ് ക്ലോസ് ചെയ്ത് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. Third one. ഇവിടെ 3 പഫ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. Fifth. സിക്സ്ത്. അങ്ങനെ 6 പഫ് സ്റ്റിച്ച് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റിങ് ക്ലോസ് ചെയ്യാം. ഈ എൻഡ് പിടിച്ച് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന ചെയിൻ ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ ടോപ്പ്, അതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അറിയാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന്, മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് കണ്ടിട്ടുണ്ട്. ഈ ലൂപ്പിനെ എടുത്തിട്ട് ഈ ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ അടുത്ത് കാണുന്ന ഈ തൊട്ടടുത്ത ചെയിനിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി ഈ ഗ്യാപ്പിലേക്ക് ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 ലൂപ്സിൻ്റെ ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മുന്നേ ചെയ്ത സെയിം വേ തന്നെ. ഈ ഗ്യാപ്പ് എന്ന് പറയണത് നമ്മുടെ തൊട്ട് മുന്നത്തെ റൗണ്ടിലെ 2 പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പായിരിക്കും. അങ്ങനെ നമ്മൾ 4 ലൂപ്സിൻ്റെ ഒരു പഫ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ സെയിം സ്പേസിലേക്ക് വീണ്ടും 4 ലൂപ്സിൻ്റെ, അതായത് സെയിം പഫ് സ്റ്റിച്ച് ഒരെണ്ണം കൂടെ വർക്ക് ചെയ്യണം. അതായത് ഒരു ഗ്യാപ്പിൽ 2 സ്റ്റിച്ച് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ റൗണ്ടിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഗ്യാപ്പിലേക്കാണ്. അതിലേക്കും 2 പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഈ സെയിം വേ നമുക്ക് ഈ ബാക്കിയുള്ള ഗ്യാപ്സിലും വർക്ക് ചെയ്യാം. ഇങ്ങനെ ഹോള് വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ എൻഡ് വലിച്ചു കൊടുക്കുന്നതനുസരിച്ച് അതവിടെ ടൈറ്റ് ആയിക്കോളും. അങ്ങനെ സെക്കൻഡ് റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ചെയിനിലേക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി വീണ്ടും പഫ് സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് മുന്നത്തെ റൗണ്ടിലേതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി വർക്ക് ചെയ്യേണ്ടത് ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിലേക്കാണ്. അതിലേക്ക് ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാപ്പിലേക്കാണ്, പക്ഷേ ഇവിടെ 2 പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു ഗ്യാപ്പിലേക്ക് ഒരു പഫ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ ഒരു ഗ്യാപ്പിലേക്ക് 2 പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു രീതിക്ക് 1 2 1 2 എന്ന പാറ്റേണിൽ ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ഗ്യാപ്പിൽ 2 പഫ് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഈ ഫസ്റ്റ് കാണുന്ന പഫ് സ്റ്റിച്ചിൻ്റെ മേലെയുള്ള സ്പേസിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു കൊടുത്തു. ഇനി നെക്സ്റ്റ് കാണുന്ന 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. ആ ഗ്യാപ്പിലേക്ക് വീണ്ടും ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കാണുന്ന സ്പേസിലേക്ക് 2 പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്യാപ്പിലേക്ക് ഒരു പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി ഈ സ്പേസിലേക്ക് വീണ്ടും 2 പഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് മൊത്തം ചെയ്യാം. അങ്ങനെ 4th റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നത്തെ റൗണ്ട്സിലെ പോലെ ഈ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ഈ 4 റൗണ്ട്സിൽ നമ്മുടെ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടോപ്പ് പോർഷൻ വർക്ക് ചെയ്യാം. അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് ആ റൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ ഇനി 5th റൗണ്ട് ചെയ്യാം. 5th റൗണ്ടിൽ നമ്മൾ പഫ് സ്റ്റിച്ച് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ് ഉള്ളത്, ഈ 4 റൗണ്ട്സിൽ നമ്മൾ 4 ലൂപ്പ് ഉള്ള പഫ് സ്റ്റിച്ചാണ് ചെയ്തത് അല്ലേ. പക്ഷേ നെക്സ്റ്റ് റൗണ്ട് തൊട്ടിട്ട് നമ്മളൊരു 5 ലൂപ്സ് ഇട്ടിട്ടായിരിക്കും പഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുന്നത്തെ റൗണ്ടിലൊക്കെ ചെയ്ത പോലെ ഈ പഫ് സ്റ്റിച്ചിൻ്റെ തൊട്ട് മേലത്തെ അതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആ ഗ്യാപ്പിലാണ് നമ്മുടെ 5th റൗണ്ടിലെ ഫസ്റ്റ് പഫ് സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നത്. 5 ലൂപ്സ് ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഈ 5 ലൂപ്പുള്ള പഫ് ഇടുമ്പോൾ കണ്ടോ, ഇത് ഈ 4 ലൂപ്പിനേക്കാളും കുറച്ചുകൂടെ തിക്കറായിട്ടായിരിക്കും കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഗ്യാപ്പിലാണ് അടുത്ത പഫ് സ്റ്റിച്ച് വർക്ക് ചെയ്യുന്നത്. 1 2 3 4 and 5 ലൂപ്സിലെ സെക്കൻഡ് പഫ് സ്റ്റിച്ചും ചെയ്തു. ഇങ്ങനെ ഈ റൗണ്ട് മൊത്തം നമ്മൾ ഈ ഓരോ ഗ്യാപ്സിലും ഓരോ പഫ് സ്റ്റിച്ച് വീതം വർക്ക് ചെയ്യാം. ഈ ഓരോ പഫ് സ്റ്റിച്ച് വീതം അല്ലേ നമ്മൾ ഈ 5th റൗണ്ടിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തിക്നെസ് കൂട്ടിയത്. ഈ 4 ലൂപ്പുള്ള പഫ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വീഴും. അപ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 5 ലൂപ്സ് ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 ലൂപ്പ് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ 5th റൗണ്ടിൻ്റെ ലാസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഗ്യാപ്പ് വരെ ഓരോ പഫ് സ്റ്റിച്ച് ചെയ്തും എല്ലാ ഗ്യാപ്സിലും ചെയ്ത് കൊടുത്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ടും ക്ലോസ് ചെയ്യാം. ഇനി തൊട്ടടുത്ത പഫിൻ്റെ തൊട്ട് മേലെയും കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇനി നെക്സ്റ്റ് ഗ്യാപ്പിൽ 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിലും ഈ പറഞ്ഞ പോലെ 5 ലൂപ്സ് ഉള്ള പഫ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്യാപ്പിൽ ഒരു പഫ് സ്റ്റിച്ച് ചെയ്തു. ഇനിയുള്ള ഓരോ ഗ്യാപ്സിലും ഓരോ പഫ് സ്റ്റിച്ച് വീതം തന്നെ ചെയ്തിട്ട് നമുക്ക് 6th റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ 6th റൗണ്ടും നമ്മൾ ഓരോ ഗ്യാപ്പിലും ഓരോ പഫ് സ്റ്റിച്ച് വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എത്തി അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ടും ക്ലോസ് ചെയ്യാം. തൊട്ടടുത്ത പഫിൻ്റെ മേലേക്കും കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഗ്യാപ്പിലെത്തി. ഇനി 7th റൗണ്ടും 8th റൗണ്ടും നമുക്ക് സെയിം വേ ഒന്ന് ചെയ്തെടുക്കാം.
അങ്ങനെ 8th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിലൂടെ ഒരു റോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെയിൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ പഫ് സ്റ്റിച്ചിൻ്റെ തൊട്ട് മേലെയുള്ള ഇതിൻ്റെ അകത്തേക്ക് സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഈ ഇടയിലുള്ള സ്പേസിലേക്കാണ്. ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത് ഈ പഫ് സ്റ്റിച്ചിൻ്റെ മേലെയുള്ള ഈ സ്പേസിലേക്കായിരിക്കും. ഒരു സിംഗിൾ ക്രോഷ്യോടെ ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 2 പഫ് സ്റ്റിച്ചിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക്. ഈ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു 8th റൗണ്ടിൻ്റെ ടോപ്പിലൂടെ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഒരു 8th റൗണ്ടിൽ ടോപ്പിൽ മൊത്തമായിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ആ ഫസ്റ്റ് നമ്മൾ ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ മേലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ റൗണ്ടും കൂടെ 9th റൗണ്ടും ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് 10th റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോ ഓഫ് HDC സ്റ്റിച്ചസ് ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് yarn ഓവർ ചെയ്യുക. എന്നിട്ട് ഈ വർക്ക് ചെയ്ത സ്പേസ് അല്ല തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിലേക്ക് ഒരു HDC ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു രീതിക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് HDC സ്റ്റിച്ചസ് ഓരോ സ്റ്റിച്ചിൻ്റെ മേലേക്ക് വർക്ക് ചെയ്യാം. സെക്കൻഡ് വൺ ആയി. ഇത് HDC സ്റ്റിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഈ ഒരു 10th റൗണ്ടും ഈ HDC സ്റ്റിച്ചസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കണം. ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് 1 2 3 ഈ 3rd ചെയിൻ്റെ ടോപ്പിലേക്കായിരിക്കും നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഈ 2 ലൂപ്സിൻ്റെ ഇടയ്ക്കിലൂടെ കടത്തി കൊടുക്കുക. ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഓൾറെഡി ഹുക്കിലുള്ള ലൂപ്പിൻ്റെ അകത്തൂടെ കടത്തുക. അങ്ങനെ നമ്മൾ 10 റൗണ്ട്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോടെ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയുള്ള yarn കട്ട് ചെയ്ത് ലോക്ക് ചെയ്യാം. ഈ എൻഡ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ഹൈഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഈ ഫ്രെയിം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനാദ്യം തന്നെ ഈ yarn ഈ നീഡിൽ കോർത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ വൈറ്റ് കളറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നീഡിലേക്ക് ഇതുപോലെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ yarn ഈ വലിയ ഹോളുള്ള നീഡിലേക്ക് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫ്രെയിം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻഡ് ലീവ് ചെയ്തില്ലേ, അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ ഫ്രെയിമിൻ്റെ കോർണറിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് കണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇതിങ്ങനെ എഡ്ജ് കയറ്റി കൊടുക്കും. എന്നിട്ട് ഈ എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരും. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അകത്തുനിന്നായിരിക്കും ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ ഫസ്റ്റ് ഹോളിലൂടെ അകത്തൂടെ yarn കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എൻഡ് അകത്ത് ലീവ് ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് ഹോളിലൂടെ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കണ്ടോ. എന്നിട്ട് ഈ 2 എൻഡ്സില്ലേ, അതായത് നമ്മുടെ ഈ പേഴ്സിൻ്റെ ആ ഒരു എൻഡും ഇപ്പം നമ്മൾ ലീവ് ചെയ്ത ഈ എൻഡും തമ്മിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക.
ടൈറ്റ് ചെയ്ത് അതോടെ ഫിക്സ് ചെയ്യാം. ഇനി ഇതിങ്ങനെ ബാലൻസ് പോർഷൻസ് ഈ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അകത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇനി അകത്തുനിന്ന് പുറത്തേക്കായിരിക്കും നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിങ്ങനെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് ബാക്കി പോർഷനും കൂടെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും ചെയ്യാം. ഈ സൈഡും ഇങ്ങനെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ആദ്യം അകത്തുനിന്ന് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത് നമ്മൾ 2 സൈഡും ഇങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഇവിടെ നമ്മുടെ ആദ്യത്തെ ഒരു എൻഡ് ഉണ്ടല്ലോ, അതിവിടെ നിപ്പുണ്ട്. അപ്പം ഞാൻ ആ എൻഡിലേക്ക് ഈ സെയിം ടൈ ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമുക്ക് നമ്മൾ സാധാ ചെയ്യാറുള്ള പോലെ ഈ ബാക്കിയുള്ള എൻഡ്സും കാര്യങ്ങളും ഒക്കെ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബാലൻസ് വന്നതാണേ, അത് അകത്ത് കയറി പോകാതെ അങ്ങനെ നിന്നത്, അത് കുഴപ്പമില്ല. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഹൈഡ് ചെയ്യാം. ഇനിയപ്പോൾ ഈ കാണുന്ന എൻഡ്സൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എൻഡ് ഇപ്പോൾ ഇതിൽ ഓൾറെഡി നീഡിലുള്ളത് കൊണ്ട് ഞാൻ ആ നീഡിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഈ നമ്മുടെ ഈ സ്റ്റിച്ചസിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുത്ത് ഹൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ ക്രോഷ്യയുടെ ഹുക്ക് വെച്ചിട്ട് നമ്മൾ 2 രീതിക്കും ചെയ്തിട്ടുണ്ടല്ലേ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ. അപ്പോൾ ആ ഹുക്ക് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള എൻഡ്സ് ഇവിടെ ഹൈഡ് ചെയ്യുന്നത്. ഇത് ഈ നീഡിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ കിടത്തി കൊടുത്തിട്ട് സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ കിടത്തി കൊടുത്തിട്ട് കണ്ടപ്പോൾ അറിയില്ല, അങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഞാനിവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നീഡിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഹുക്ക് ഉപയോഗിച്ചിട്ട്, ഇത് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് നീഡിൽ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ലെങ്ത് കുറവായതുകൊണ്ട് ഞാൻ ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ 2.5 mm ഏറ്റവും ചെറിയ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ നീഡിൽ കയറ്റി കൊടുക്കുക, എന്നിട്ട് ഇതിനങ്ങ് വലിച്ചെടുക്കുക. ഇനി ഇവിടെ നമ്മുടെ ആ മാജിക് സർക്കിളിൻ്റെ എൻഡ് കൂടെ ഉണ്ട്, അതും നമുക്ക് സെയിം വേ ഹൈഡ് ചെയ്യാം. അങ്ങനെ എൻഡ്സ് എല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പേഴ്സ്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് അതവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഫ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കോയിൻ പേഴ്സ്, അല്ലെങ്കിൽ കിസ് ക്ലാസ് പേഴ്സ് എന്നൊക്കെ പറയും. ഈ ഫ്രെയിമിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള പേഴ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.